കോഴിക്കോട് MDMA കേസിൽ അറസ്റ്റിലായ കാവ്യയും നീഷ്മയും ഇടത് സംഘടനയുടെ മുൻ ഭാരവാഹികൾ. ഇടത് സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തകരാണിവർ. കഴിഞ്ഞ വർഷം പെരാമ്പ്ര യൂണിറ്റിന്റെ ഭാരവാഹിത്വം വഹിച്ചിരുന്നു. അറസ്റ്റിനെ തുടർന്ന് ഇരുവരെയും സംഘടനയിൽ നിന്നും പുറത്താക്കി. ഇവരുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളായ അധ്യാപകരാണ്, ഇടത് സംഘടനയുടെ പ്രവർത്തകരായിരുന്നു, ഭാരവാഹികളായിരുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതല്ലേ? തീർച്ചയായും KP, അതായത് വടകരയിലെ MDMA കേസിൽ 3 അധ്യാപകമാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ അറസ്റ്റിലായ അധ്യാപകമാരിൽ 2 അധ്യാപകരായിട്ടുള്ള കാവ്യയും നീഷ്മയുമാണ് ഈ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇടത് അനുകൂല സംഘടനയാണ് ഈ KRTA എന്ന് പറയുന്ന അധ്യാപക സംഘടന. ഈ സംഘടനയുടെ ഭാരവാഹിത്വം ഇരുവരും വഹിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നത്. ഈ സംഭവം, ഈ ലഹരി മരുന്ന് കേസിൽ ഇരുവരും പിടിയിലായതോടുകൂടി സംഘടനയിൽ നിന്ന് ഇരുവരെയും, കാവ്യയും നീഷ്മയും, പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് നടന്ന, 2 വർഷം മുൻപാണ് കോഴിക്കോട് നടന്ന ഈ KRTA ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഇരുവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്തത്. മറ്റാരും ഈ ചുമതല വഹിക്കാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇരുവരെയും തെരഞ്ഞെടുത്തത് എന്നുകൂടി ഇന്ന് പുറത്താക്കിയ സമയത്ത് ഈ ഭാരവാഹികൾ, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും MDMA കേസിൽ അറസ്റ്റിലായിരിക്കുന്ന 2 അധ്യാപകമാർക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇടത് അനുകൂല സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഈ MDMA കേസ് ഒരു വലിയ ശൃംഖല തന്നെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 3 അധ്യാപകമാരാണ് അറസ്റ്റിലായത്. അതിന് തൊട്ട് പിന്നാലെ ഒരു ഡെലിവറി ബോയ് അറസ്റ്റിലാകുന്നു. ഇതിന്റെ പ്രധാന കണ്ണി അത് വയനാട് സ്വദേശിയാണ്. അയാൾക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അല്പം മുമ്പ് BJPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഈ BRCയിലേക്ക്, ഈ അധ്യാപകർ വർക്ക് ചെയ്ത BRCയിലേക്ക് നടത്തിയിരുന്നു. BJP പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ ലഹരിക്കടത്ത് കേസിൽ വിദേശ ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഈ കേസിൽ ഇടപെടണം, അന്വേഷണം ഏറ്റെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടന്നത്. ശരി, അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.